Geometric series. Last class we have discussed what is an infinite series. Now we will look on geometric series. Series എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സിഗ്മ I running from 1 to infinity AI. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കൺവേർജൻസും പാർഷ്യൽ സം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. ഇനി ജോമെട്രിക് സീരീസിന് എന്താണ് പ്രത്യേകത നോക്കാം. Geometric series is a series of the form a plus ar plus ar square plus etc. Nth term will be ar raised to n minus 1 plus etc. ഈ ടൈപ്പിലുള്ള ഒരു സീരീസിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് വിളിക്കുന്നത്. Or this can be written as sigma I running from 1 to infinity a r raised to I minus 1. ഈ ഒരു ടൈപ്പിലുള്ള സീരീസിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം എ ആയിരിക്കും, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ കൂടെ ആറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് എ ആർ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ടേമിന്റെ കൂടെ അഗെയിൻ ആറ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം എക്സെട്ര. ഈ ഒരു ഫോമിലുള്ള സീരീസ് ആണ് ജോമെട്രിക് സീരീസ്. വേർ എ ആൻഡ് ആർ ഫിക്സഡ് റിയൽ നമ്പേഴ്സ്. എ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സ് ആണ്. ദേ ആർ ഫിക്സഡ് ഓൾസോ. ഉറപ്പായിട്ട് എന്തായിരിക്കണം, എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. എ 0 എന്ന് സംഭവിക്കുക അങ്ങനെ ഒരു സീരീസ് തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ ഈ ഒരു സീരീസിനെയാണ് ജോമെട്രിക് സീരീസ് വിത്ത് റേഷ്യോ ആർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോമെട്രിക് സീരീസിന്റെ റേഷ്യോ 6 ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം ഏതാണ്? ഫസ്റ്റ് ടേം എ ആണ്. ഇനി നമുക്ക് വെറുതെ ആറിന് കുറച്ച് വാല്യൂസ് കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ആർ ഈക്വൽ ടു 1. ആർ ഈക്വൽ ടു 1 കൊടുത്താൽ ഈ സീരീസ് എന്തായി മാറും? ദിസ് വിൽ ബി എ പ്ലസ് എക്സെട്ര പ്ലസ് എ പ്ലസ് എക്സെട്ര എ അല്ലെ. ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇത് മാറും. അപ്പൊ ഇതിന്റെ എസ് എൻ എന്തായിരിക്കും? പാർഷ്യൽ സം എന്തായിരിക്കും? ഫസ്റ്റ് എൻ ടേംസിന്റെ സം എന്തായിരിക്കും? എ പ്ലസ് എക്സെട്ര പ്ലസ് എ. എത്ര ടേംസ് ഉണ്ട്? n ടേംസ്. n ടേംസ് a എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദിസ് ഈസ് n into a. So this will converges to plus or minus infinity depending whether a is positive or negative. a പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ്. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതേപോലെ എ മൈനസ് ആണെങ്കിൽ ലൈക്ക് -2 ആണെങ്കിൽ ഇതിന് എന്ത് എഴുതാം? നമുക്ക് -2 എന്ന് എഴുതാം. n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ വെൻ r ഈക്വൽ ടു 1 Sn will tends to plus or minus infinity, or we say that this partial sum is divergent, or accordingly നമുക്ക് this is equal to s എന്ന് എഴുതാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു s എന്നില്ല. സോ ദിസ് സീരീസ് diverges. So geometric series diverges when r equal to 1. ഈ r equal to -1 കൊടുത്താൽ എന്താ അവസ്ഥ? r equal to -1 കൊടുക്കുമ്പോൾ ആ സീരീസ് എന്തായിട്ട് മാറും? a minus a plus a minus a ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എസ് എൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് n ടേംസിന്റെ സമ്മ്, അതായത് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുമ്പോൾ n ഓഡ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ S2 എടുത്ത് നോക്കൂ, S1 എടുത്ത് നോക്കൂ. S1 എന്താ വരിക? ഫസ്റ്റ് ടേമിന്റെ സം, അത് a ആണ്. S2 എന്താ വരിക? ഫസ്റ്റ് രണ്ട് ആൾക്കാരുടെ സം, ദാറ്റ് ഈസ് a മൈനസ് a, ദാറ്റ് ഈസ് 0. S3 എന്താ വരിക? ഫസ്റ്റ് മൂന്ന് ആൾക്കാരുടെ സം, ദാറ്റ് ഈസ് a മൈനസ് a പ്ലസ് a, ദാറ്റ് ഈസ് a. S4 എന്ത് വരും? S4 ഈസ് a മൈനസ് a പ്ലസ് a മൈനസ് a, ദാറ്റ് ഈസ് 0. അതായത് ഈവൺ ആവുന്ന സമയത്തൊക്കെ S2, S4, X6 അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പാർഷ്യൽ സമ്മിന്റെ വാല്യൂ 0 ആണ്. ഓഡ് ആവുന്ന സമയത്ത് അതിന്റെ വാല്യൂ a ആണ്. സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് Sn ഈക്വൽ ടു a if n is odd and Sn ഈക്വൽ ടു 0 if n is even. അതായത് Sn cannot converge to an s. ഇങ്ങനെ ഒരു s ലേക്ക് പോകാൻ പറ്റില്ല. Sn എപ്പോ നോക്കിയാലും ഒന്നില്ലെങ്കിൽ aയോ 0 ആണ്. അപ്പൊ അയാള് ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ S1000th ടേം എടുത്താൽ അയാള് എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിട്ട് 0 ആയിരിക്കും. തൊട്ടടുത്ത ടേം എന്തായിരിക്കും? S1001 എടുത്താൽ അയാള്
A ആയിരിക്കും. So this Sn cannot converge to a finite number S. So ഈ സീരീസിന് എന്തില്ല? ഈ സീരീസിന് കൺവേർജ് ചെയ്യണ ഒരു ഫൈനൈറ്റ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഈ സീരീസ് ഡൈവേർജന്റ് ആണെന്ന് പറയാം. Or we can say that the corresponding geometric series is also divergent or that diverges. So geometric series diverges when r equal to -1 also. So geometric series diverges when r equal to 1 as well as r equal to -1. Clear? So r equal to plus or minus 1 ല് geometric series divergent ആണ്. അപ്പൊ നമുക്ക് r 1 ഉം -1 ഉം അല്ലാത്തൊരു നമ്പർ എടുത്ത് നോക്കാം. So consider r is not equal to plus or minus 1. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് Sn എവിടേക്കാ കൺവേർജ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് Sn ന്റെ ടേംസ് എഴുതാം. Sn എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് ar പ്ലസ് ar സ്ക്വയർ പ്ലസ് എക്സെട്ര a r raised to n minus 1. ശരിയല്ലേ? Now what will be r into Sn? വെറുതെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. So this will become ar plus ar square plus ar cube plus etc a r raised to n. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ 1 എടുത്തു, ഇതിനെ 2 എടുത്തു. 1 minus 2 എന്താ കിട്ടുക? What will you get? 1 minus 2. This will be left hand side is Sn minus rsn and right hand side എന്ന് പറയുമ്പോൾ ar term ക്യാൻസൽ ആവും, ar square term ക്യാൻസൽ ആവും, എക്സെട്ര ഏത് ടേമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇതൊരു ടെലിസ്കോപ്പിക് സം ആണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ ദിസ് വിൽ ബി a മൈനസ്, അതായത് ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് a മൈനസ് ar raised to n. a മൈനസ് ar raised to n കിട്ടും. Or taking Sn common, this will be Sn into 1 minus r equal to, taking a common in the right hand side, this will be 1 minus r raised to n. Or Sn is equal to a into 1 minus r raised to n by 1 minus r. Clear? This is Sn. ഇനി നമ്മൾ റിസൾട്ട് പഠിച്ചിരുന്നു, മോഡ് r less than 1 ആവുമ്പോൾ r raised to n എവിടേക്കാ പോണത്? r raised to n converges to 0. ശരിയല്ലേ? മോഡ് r greater than 1 ആകുമ്പോൾ r raised to n converges to അല്ലെങ്കിൽ diverges or it tends to infinity. അങ്ങനെയാണെങ്കിൽ if you take mod r less than 1 in the geometric series, you will get this Sn as, or we can write this limit of Sn as limit n tending to infinity a into 1 minus r raised to n by 1 minus r, or that is equal to, taking a outside, this can be written as a into limit n tending to infinity 1 minus r raised to n by 1 minus r. അപ്പൊ എന്താ കിട്ടുക? r raised to n എവിടേക്കാ പോവാ? 0ലേക്കാ പോവാണ്, because we have taken mod r less than 1. So ഈ വാല്യൂ 0 ആണ്. അപ്പൊ എന്ത് മാത്രമേ കിട്ടുള്ളൂ? This will be a by 1 minus r. So this is the limit of that sequence Sn. Sequence of partial sum ന്റെ ലിമിറ്റിനാണ് നമ്മൾ സീരീസിന്റെ സം എന്ന് പറയുന്നത്. So in this case we can write it as sigma n running from 1 to infinity a r raised to n minus 1 is equal to a by 1 minus r. Geometric series converges to this number. Now what happens if mod r greater than 1? Mod r greater than 1 ലെ limit n tending to infinity Sn എന്ന് പറയുന്നത് എന്താ വരിക? limit n tending to infinity a into 1 minus r raised to n by 1 minus r, or that is equal to again a into limit n tending to infinity 1 minus r raised to n by 1 minus r. But this diverges because mod r greater than 1, Rn tends to infinity. So this tends to infinity. Hence we have the result. The geometric series converges only when mod r is less than 1, and it converges to the sum
S equal to A by 1 minus R. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ജോമെട്രിക് സീരീസിന്റെ R വാല്യൂ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ, മോഡ് R വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യണ നമ്പർ എന്ന് പറയുന്നത് A by 1 minus R ആണ്. ബാക്കി ഏത് കേസ് എടുത്താലും, R 1 എടുത്താലും -1 എടുത്താലും മോഡ് R ഗ്രേറ്റർ ദാൻ 1 എടുത്താലും ഒക്കെ ജോമെട്രിക് സീരീസ് ഡൈവേർജന്റ് ആണ്. ദാറ്റ് മീൻസ് mod R less than 1 implies the geometric series converges, and mod R greater than or equal to 1 implies geometric series diverges. So this is that result. If mod R less than 1 and A is any real number, then A plus AR plus AR square plus etc. that is equal to sigma I running from, okay, ഇവിടെ sigma I running from 0 to infinity ARI എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നേരത്തെ എഴുതിയത് സിഗ്മ n റണ്ണിങ് ഫ്രം 1 to infinity AR raised to n minus 1 ആണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സിഗ്മ നൊട്ടേഷൻസ് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം ഇവിടെ ഐക്ക് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? ആദ്യത്തെ ആൾ എന്താ വരിക? A into R raised to 0 പ്ലസ് അടുത്ത ആള് A into R raised to ഐയുടെ വാല്യൂ 1 പ്ലസ് അടുത്ത ആള് A into R raised to 2 പ്ലസ് എക്സെട്ര ആണ്. R raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. So this is nothing but A plus AR square plus etc. ഇനി n-ന് 1 ആ കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കുക? This is A into R raised to 1 minus 1. 1 minus 1 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അടുത്ത ടൈം A into R raised to n-ന് 2 ആണ് കൊടുക്കേണ്ടത്. ആദ്യം 1 കൊടുത്തു, ഇനി അടുത്ത് 2 ആണ് കൊടുക്കേണ്ടത്. So 2 minus 1 etc. ശരിയല്ലേ? അപ്പൊ എന്ത് തന്നെയാണ് ഇത് വരുന്നത്? A into R raised to 1 minus 1 that is R raised to 0 is 1 plus A into R raised to 2 minus 1 that is R plus അടുത്ത ടേം AR square etc. എന്ന് വരും. So ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. And it converges and the sum is A by 1 minus R, and if mod R greater than or equal to 1 and A not equal to 0, the geometric series diverges. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. We can do one example. Consider this example 1 by 9 plus 1 by 9 plus 1 by 27 plus 1 by 81 plus etc. ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നോക്കണം. ചെക്ക് വെദർ ദിസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. അപ്പൊ ഇതിന് നമുക്ക് ജോമെട്രിക് സീരീസ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ ഇതില് ഡിനോമിനേറ്റർ മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഇതിന്റെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഡിനോമിനേറ്റർ. ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9 into 3 ആണ്. ഇവിടെ എന്താ വരുന്നത്? 27 into 3 ആണ്. ലൈക്ക് ദാറ്റ്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by 9 plus 1 by 9 into 1 by 3. ഇങ്ങനെ എഴുതട്ടെ. 1 by 27 പ്ലസ് അടുത്തതിന് എങ്ങനെ എഴുതാം? 1 by 9 into 1 by 3 square plus etc. So this is a geometric series of this form A plus A into R plus A into R square plus etc. So this is a geometric series with first term A equal to 1 by 9 and ratio R equal to 1 by 3. Ratio R equal to 1 by 3 എന്ന് പറഞ്ഞാൽ mod R, that is 1 by 3 is less than 1. So this geometric series converges to the number A by 1 minus R. So this will be 1 by 9 by 1 minus 1 by 3. Simplify ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 by 9 by 3 minus 1 by 3. That is 1 by 9 into 3 by 2. ഇവിടെ 3 cancel ആവും. So you will get this as 1 by 6. That means this series converges to 1 by 6 or the sum of the series is 1 by 6. അതായത് ഈ സീരീസ് നിങ്ങൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇതിന്റെ കൂടെ അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ ആ സമ്മ ഏതിലേക്ക് എത്തുന്ന പറയുന്നത് 1 by 6 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തും. അപ്പൊ ഇതൊരു ജോമെട്രിക് സീരീസിന്റെ പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. എ ബൗൺസിംഗ് ബോൾ ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് എനർജി ഓൺ ഈച്ച് ബൗൺസ്. നമുക്കറിയാം ഒരു ബോള് ബോളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടുണ്ടെച്ചാൽ ഇത് ബൗൺസ് ചെയ്യും. ഇത് ബൗൺസ് ചെയ്തിട്ട് കുറച്ച് ദൂരെ പൊങ്ങുള്ളൂ. ഇതുവരെ പൊങ്ങില്ല അല്ലെ? തിരിച്ച് ഈ ഹൈറ്റ് വരെ തന്നെ പൊങ്ങോ? ഈ ഹൈറ്റ് വരെ പൊങ്ങോ? ഇല്ല. എത്ര പൊങ്ങുള്ളൂ? കുറച്ച് ദൂരെ പൊങ്ങുള്ളൂ. അത് ബോളിന്റെ റീബൗണ്ടിങ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എ ബോൾ ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് എനർജി ഓൺ ഈച്ച് ബൗൺസ്
the height reached on each bounce is proportional to energy. Suppose that ball is dropped vertically from a height of 1 meter. അതായത് ബോള് 1 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ബോൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഹൗ ഫാർ ഡസ് ഇറ്റ് ട്രാവൽ? അപ്പോ ഇവിടെ നമുക്ക് സീരീസും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. നമ്മുടെ അടുത്ത് ചോദിക്കണത് ഈ ബോൾ 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രോപ്പ് കഴിയുമ്പോൾ ഈ ബോള് എനർജി ഹാഫ് ആയിരിക്കും. എനർജി ഓൺ ഈച്ച് ബൗൺസ് എത്രയായിരിക്കും? ഹാഫ് ആയിട്ട് ലോസ് ചെയ്ത് വരികയാണ്. അപ്പൊ ഇവിടുന്ന് ബൗൺസ് ചെയ്താൽ ഈ ബോൾ ഇവിടെ വരെ എത്തി വിചാരിക്കുക. അടുത്ത ബൗൺസിൽ എന്ത് സംഭവിക്കുക? അതായത് ബോൾ ഇങ്ങനെ, ഞാൻ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കാം. ഫസ്റ്റ് ബൗൺസിൽ ബോൾ ഇങ്ങനെ വന്നു, അടുത്ത ബൗൺസിൽ ഇത്രേ പൊങ്ങിയുള്ളൂ, ഇങ്ങനെ വന്നു, അടുത്ത ബൗൺസിൽ അല്ലെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ബോൾ അവിടെ നിന്നോളും. അപ്പൊ ഈ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് ബോൾ ട്രാവൽ ചെയ്തു എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വെർട്ടിക്കലി ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഫിഗർ വരിക. ഫസ്റ്റ് ബോള് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് മുട്ടി, അതായത് 1 മീറ്റർ ഇവിടെ ഓൾറെഡി സഞ്ചരിച്ചു. ഇനി തിരിച്ചത് കുറച്ച് ഹൈറ്റ് പൊങ്ങി. അപ്പൊ ഈ ഹൈറ്റ് എത്രയാ തിരിച്ചു പൊങ്ങിയത് എനിക്ക് അറിയില്ല. ആ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ഹൈറ്റ് പൊങ്ങിയിട്ട് പിന്നെയും തിരിച്ച് ബോൾ എവിടേക്ക് തന്നെ വരുന്നത്? താഴത്തേക്ക് തന്നെയാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ ബോൾ പിന്നെയും താഴത്തേക്ക് എത്തി. അപ്പൊ ഇത്രയും ദൂരം 2 പ്രാവശ്യം സഞ്ചരിച്ചു അല്ലെ? ഒന്ന് അങ്ങോട്ട് പോയി, പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ ഇത് ഡബിൾ ആക്കണം. ഇനി അടുത്ത ബൗൺസിൽ എന്താ സംഭവിക്കുന്നത്? അതിവിടെ രണ്ടാമത് വരയ്ക്കാം. അടുത്ത ബൗൺസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് കുറച്ച് ദൂരം, ഇത്ര ദൂരെ പോകണുള്ളൂ വിചാരിക്കുക, പകുതി ദൂരെ പോകണുള്ളൂ വിചാരിക്കുക, പിന്നെയും തിരിച്ചു വന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2 പ്രാവശ്യം ട്രാവൽ ചെയ്തു, ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ചും വന്നു. ശരിയല്ലേ? അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ ബൗൺസ് കഴിയുമ്പോഴും ബോളിന്റെ എനർജി പകുതിയായിട്ട് കുറയാണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് റീച്ച്ഡ് ഓൺ ഈച്ച് ബൗൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി. അതായത് ഹൈറ്റും അപ്പോ പകുതിയായിട്ട് വരികയാണ്. അതായത് ഫസ്റ്റ് ബൗൺസിൽ ബോൾ എത്ര ആയിരിക്കും? ഫസ്റ്റ് ബൗൺസിൽ ബോൾ 1 മീറ്റർ ആയിരിക്കും അല്ലെ? ഫസ്റ്റ് ബൗൺസിൽ ബോൾ 1 മീറ്റർ ആയിരിക്കും. സെക്കൻഡ് ബൗൺസിൽ അപ്പൊ ബോൾ എത്ര മീറ്റർ ആയിരിക്കും റൈസ് ആവുണ്ടാവുക? സെക്കൻഡ് ബൗൺസിൽ ബോൾ 1/2, ഹാഫ് ഓഫ് ദിസ് അല്ലെ, 1/2 മീറ്റേഴ്സ് ആയിരിക്കും. പക്ഷെ ബോൾ എത്ര ദൂരം ട്രാവൽ ചെയ്യും? 1/2 × 2 അല്ലെ? ഇപ്പൊ ഫസ്റ്റ് ബൗൺസിൽ ബോൾ 1 മീറ്റർ, അടുത്ത ബൗൺസിൽ ബോൾ 2 × 1/2 മീറ്റേഴ്സ്. അടുത്ത ബൗൺസിൽ എത്ര ആയിരിക്കും? ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/4 മീറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് 2 × 1/4 മീറ്റർ എക്സെട്ര. ശരിയല്ലേ? അതായത് the ball bounces and raises to half meter in the first bounce and second bounce 1/4 meters, that is 1/2 square meter, and in the next bounce it will raise to 1/2 cube meter etc. So ball total travel the distance എന്ന് പറയുന്നത് എന്തായിരിക്കും? Distance traveled by the ball is equal to, first 1 meter na start ചെയ്ത് 1 plus 2 times 1/2 distance plus 2 times 1/2 square plus 2 times 1/2 cube plus etc. എങ്ങനെ ഈ 2 ടൈം വന്ന എല്ലാത്തിലും? കാരണം ബോള് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ പൊങ്ങി പിന്നെ തിരിച്ചും കൂടി വന്നു അല്ലെ? അപ്പൊ ഡബിൾ ഡിസ്റ്റൻസ് ആണ്. 1/2 ഡിസ്റ്റൻസ് അങ്ങോട്ടും ട്രാവൽ ചെയ്തു, ഇങ്ങോട്ടും ട്രാവൽ ചെയ്തു. We can write this as a geometric series by writing it as 1 plus 2 times 1/2 plus 1/2 square plus 1/2 cube plus etc. So this part is a geometric series with A equal to what? A equal to 1/2 and R equal to 1/2. അതെങ്ങനെ കിട്ടിയത്? Because this can be written as 1/2 plus 1/2 into 1/2 plus അടുത്ത ടേം 1/2 into 1/2 സ്ക്വയർ അല്ലെ? എങ്ങനെ എഴുതി കൂടെ? അപ്പൊ A എന്ന് പറയുന്നത് 1/2 ആണ്. R എന്ന് പറയുന്നത് ഇതാണ് R അല്ലെ? This is A, this is AR, this is AR square plus etc. So this is a geometric series with the first term as 1/2 and R equal to 1/2.
star 1/2 എന്ന് പറയുമ്പോൾ this is less than 1, mod r less than 1 ആണെങ്കിൽ this part converges to a by 1 minus r, that is this is equal to 1 plus 2 times ബ്രാക്കറ്റിലെ ടേം എന്തായിരിക്കും, ബ്രാക്കറ്റിലെ ടേം എന്ന് പറയുന്നത് a by that is 1/2 by 1 minus r, that is 1 minus 1/2. So this is 1 plus 2 times 1/2 by 1/2, that is 1 plus 2 and 3. So this ball travels 3 meters. അതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഇത് ജോമെട്രിക് സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. Now we can do one more question. Express 5.232323 etc. as the ratio of two numbers. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ ആയിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ഇതും ജോമെട്രിക് സീരീസിന്റെ ആപ്ലിക്കേഷൻ ആണ്. 5.232323 പ്ലസ് എക്സെട്ര അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5 plus 23/100 എന്ന് എഴുതാം. അപ്പൊ 5 plus 23/100 എന്ന് പറഞ്ഞാൽ എന്താ, 5 plus 0.23 അല്ലെ, 23/100 എന്ന് പറഞ്ഞാൽ 0.23 ആണ്. അപ്പൊ 5.23 കിട്ടി. ഇനി അടുത്ത ടേം കിട്ടേണ്ടത് എന്താ, 0.00 കഴിഞ്ഞിട്ട് 23 കിട്ടണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 23/100 സ്ക്വയർ. 23/100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0.0023. അപ്പൊ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 5 ഇവിടെ 5 വന്നു, ഇവിടെ 5 plus 0.23 വന്നു, പ്ലസ് ഇവിടെ 0.0023 വന്നു. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 5.2323 എന്ന് കിട്ടി. ഇനി അടുത്ത ടേം എന്ന് കിട്ടണം 0.000023 എന്ന് കിട്ടണം. That is 23/100 cube plus etc. ഈ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 5 plus 23/100 കോമൺ എടുക്കാം. So this will be 1 plus 1/100 plus 1/100 square plus etc. So this is a geometric series with a equal to 1 and r equal to 1/100. So ഇവിടെ mod r value less than 1 ആണ്. So this converges and converges to which number? Converges to a by, that is 1/1 minus r, 1 minus 1/100. So this is 5 plus 23/100 into ഇവിടെ എത്ര വരിക, 1/99/100 വരും അല്ലേ. So that is 5 plus 23/100 into 100/99. So this is 5 plus 23/99. ഇവിടെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ this will be 518/99. So we have expressed this decimal as ratio of two numbers, 518/99. അപ്പോൾ ഇത്രയുള്ള ജോമെട്രിക് സീരീസ്. ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് a series of the form a plus ar plus ar square plus etc. അത്ര മാത്രം അറിഞ്ഞാൽ മതി. ഇതാണ് ഒരു ജോമെട്രിക് സീരീസ്. ഇതിന്റെ റേഷ്യോ ലെസ് ദാൻ 1, അതായത് മോഡ് വാല്യൂ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത്, മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രം ഈ ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യും. അത് കൺവേർജ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് a by 1 minus r ആയിരിക്കും.